രാധേ രാധേ കൃഷ്ണഭക്തരെ, വിഷ്ണുഭക്തരെ, അഴകാർ കോവിലിൽ പോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് കൃഷ്ണഭക്തരാണ്? പിന്നെ നിങ്ങൾ എന്ത് വിഷ്ണുഭക്തരാണ്? ഇന്ത്യയിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമാർന്ന ക്ഷേത്രമായി ഇന്നും കണക്കാക്കുന്നത് അഴകാർ കോവിലാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ കേരളത്തിൽ ജനിച്ചു വളരുന്നവരൊക്കെ ഗുരുവായൂർ അമ്പലം പറഞ്ഞിരിക്കും. പക്ഷേ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള കൃഷ്ണഭക്തർക്കും വിഷ്ണുഭക്തർക്കും വൈഷ്ണവരുടെ പുണ്യക്ഷേത്രങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാക്ഷാൽ അഴകാർ കോവിലാകുന്നു. ഇതിന് നിങ്ങൾ മധുരയിൽ ചെല്ലണം. മധുരയിൽ നിന്ന് 22 കിലോമീറ്ററാണ് അഴകാർ കോവിലിലേക്കുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ മധുരയിൽ ചെന്ന് താമസിച്ചിട്ട് ഒരു ടാക്സി പിടിക്കുകയാണെങ്കിൽ ഒരു 2000-2500 രൂപയ്ക്കകത്ത് ടാക്സി പിടിച്ചാൽ പോകാം. ഞാൻ സാധാരണഗതിയിൽ ചെയ്യുന്നത് മധുരയിൽ നിന്ന് നേരെ കാറിനകത്ത് അഴകാർ കോവിലിൻ്റെ മുകളിൽ ഒരെണ്ണമുണ്ട്, പഴമുതിർ ചോലയിൽ. ആ പഴമുതിർ ചോലയിൽ മുരുകനാണ്. അപ്പം നിങ്ങൾ മധുരയിൽ നിന്ന് ബസ്സുണ്ട്, അല്ലെങ്കിൽ കാറുണ്ട്. അപ്പം നിങ്ങൾ കാറിലായാലും ബസ്സിലായാലും അഴകാർ കോവിൽ താഴെയാണ്. അവിടുന്ന് മുകളിൽ പോയി പഴമുതിർ ചോലയിലെ മുരുകനെ കണ്ട് അനുഗ്രഹം വാങ്ങി അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് മാറി ഒരു 5 ചുവട് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ ദേവിയാണ്. ആ വെള്ളച്ചാട്ടത്തിലെ ജലം കൊടും വേനലിൽ പോലും വറ്റില്ല. അത് ത്വക്ക് രോഗങ്ങളുള്ളവർക്ക് അത്യധികം പ്രയോജനമാണ്. ഡോക്ടർമാർ പോലും ആ വെള്ളമെടുത്ത് കുളിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അവിടെ ആളുകൾ കുളിക്കുന്നുണ്ട്, കുപ്പി കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ പോയി തൊഴുക. മലയുടെ താഴെയാണ് അഴകാർ കോവില്. അവിടുന്ന് നേരെ തിരുപ്പറംകുണ്ടത്ത് പോകാം. തിരുപ്പറംകുണ്ടത്ത് പോയി തിരുപ്പറവും കുണ്ടവും തൊഴുതിട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് വന്ന് മധുര മീനാക്ഷി കോവിലും തൊഴാം. ഏതാണ്ട് ഒരു 4 മണിയാകുമ്പോൾ, ബസ്സിലാണെങ്കിൽ ഒരു 3 മണിയാകുമ്പോൾ നിങ്ങൾ തിരിച്ചാൽ നിങ്ങൾക്ക് പഴമുതിർ ചോലയെ കാണാം. ആ ത്വക്ക് രോഗം മാറ്റുന്ന വെള്ളച്ചാട്ടമുള്ള അവിടുത്തെ ദേവിയെ കാണാം. താഴെ വന്ന് അഴകാർ കോവിലിൽ വരാം, തിരുപ്പറക്കുണ്ടത്തിൽ വരാം. അവിടുന്ന് നിങ്ങൾക്ക് മധുര മീനാക്ഷി അമ്മയെ വന്ന് തൊഴാം. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ക്ഷേത്രം സന്ദർശനം നടത്താൻ പറ്റും. ടാക്സി പിടിച്ചാൽ എളുപ്പം, ഒരു 2500 രൂപയ്ക്കകത്ത് നിൽക്കും. അതവിടെ പറഞ്ഞാൽ മതി, അവരത് ചെയ്തു തരും. ഇതാണ് അഴകാർ കോവിലെത്തുന്ന വഴി. ഓർമ്മിക്കുക, കൃഷ്ണഭക്തരും വൈഷ്ണവരും നിശ്ചയമായും അവിടെ പോയിരിക്കണം. ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ അവിടെ നിങ്ങൾ ചെല്ലണം. ഏതെങ്കിലും ഒരു ജന്മത്ത് അവിടെ ചെല്ലാതെ പരമമായ മോക്ഷം വലിയ പ്രയാസമാണ്. പിന്നെ അതിനപ്പുറമുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് പ്രാധാന്യം ഉള്ളതാണ് അഴകാർ കോവിലെന്ന് പറയുന്നത്. അഴകാർ മലയുടെ അടിവാരത്താണ് ഈ പുണ്യക്ഷേത്രം. ഇതിൻ്റെ ഗോപുരവാതിൽ ചന്ദനം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനൊരു കാവൽക്കാരനുണ്ട്, കറുപ്പസ്വാമിയാണ്. ഈ കറുപ്പസ്വാമി സത്യം പറഞ്ഞാൽ അവിടുത്തെ പ്രധാന വൈഷ്ണവ ദേവനേക്കാൾ വലിയ പ്രാധാന്യമുള്ള ഒരാളായിട്ടാണ് അവിടെ മാറിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. എന്തായാലും ഈ വിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് 3 ഐതിഹ്യങ്ങളാണുള്ളത്. ആലോചിച്ച് ചോദിക്കണം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാണ്. 3 ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഐതിഹ്യം എന്ന് പറയുന്നത്, യമരാജൻ തീർത്ഥാടനത്തിനൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് അഴകാർ മല കണ്ടു. അപ്പൊ അഴകാർ മലയുടെ സൗന്ദര്യം കണ്ടപ്പോൾ യമരാജന് വലിയ ഇഷ്ടമായി. യമരാജൻ വിചാരിച്ചു, തപസ് ചെയ്യാൻ ഇത്രയും നല്ല സ്ഥലമില്ല. അപ്പൊ യമരാജൻ നേരെ അഴകാർ മലയിൽ വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. അങ്ങനെ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് ഒടുവിൽ മഹാവിഷ്ണു യമദേവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം യമധർമ്മൻ പറഞ്ഞു, എനിക്കൊരപേക്ഷയുണ്ട്. അങ്ങ് എനിക്ക് ദർശനം നൽകിയ ഈ സ്ഥാനത്ത് അങ്ങ് വസിക്കണം. ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയുന്നതാണ്. ഇവിടെ ഇരുന്ന് വിഷ്ണു ഭക്തർക്ക് കൃഷ്ണഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ വന്ന് എന്നെ കാണുന്നവന് മോക്ഷമുണ്ടാകും.
ഇവിടെ വന്ന് എന്നോട് എന്ത് സങ്കടം ഉണർത്തിച്ചാലും അതിന് പരിഹാരമുണ്ടാകും. ഞാൻ യമധർമ്മന്റെ അഭിപ്രായ പ്രകാരം, അഭ്യർത്ഥന പ്രകാരം ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ വിശ്വാമിത്രന്റെ മേൽനോട്ടത്തിൽ യമരാജൻ അവിടെ ഒരു ക്ഷേത്രം പണിയിപ്പിച്ചു. ആ ക്ഷേത്രമാണ് അഴകാർ കോവിൽ എന്നാണ് ഒരു ഐതിഹ്യം. രണ്ടാമത്തെ ഐതിഹ്യം പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ്. പഞ്ചപാണ്ഡവര് വനവാസക്കാലത്ത് അവര് അഴകാർ മലയിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ഗുഹയിൽ അവരിരുന്ന് തപസ് ചെയ്തു. ഇന്ന് ആ ഗുഹ പഞ്ചപാണ്ഡവ മല എന്നറിയപ്പെടുന്നു. ആ പഞ്ചപാണ്ഡവ മലയിലിരുന്ന് അവർ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. അങ്ങനെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. ആ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ വസിക്കണമെന്ന് പറഞ്ഞു. നിശ്ചയമായും വസിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഏത് ഭക്തനും ഇവിടെ വന്നാൽ മോക്ഷം കിട്ടുമെന്നും അവൻ്റെ സങ്കടങ്ങൾ ഞാൻ ഇല്ലാതാക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ധർമ്മപുത്രർ ആ ക്ഷേത്രം അവിടെ പണിഞ്ഞു എന്നാണ് രണ്ടാമത്തെ ഐതിഹ്യം. ഒരൈതിഹ്യം യമധർമ്മൻ പണിഞ്ഞു, രണ്ടാമത്തെ ഐതിഹ്യം ധർമ്മപുത്രർ പണിഞ്ഞു, മൂന്നാമത്തെ ഐതിഹ്യം മലയധ്വജ ചക്രവർത്തി. മലയധ്വജ ചക്രവർത്തി വലിയ വിഷ്ണു ഭക്തനാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പുഷ്പക വിമാനമുണ്ട്. ആ പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് ഈ മലയധ്വജ ചക്രവർത്തി കാശിയിലെത്തി ഗംഗയിൽ മുങ്ങിക്കുളിക്കും. അതിനുശേഷം വീണ്ടും തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെത്തും. ഇതാണ് പതിവ്. ഇത് എല്ലാ ദിവസവും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഗംഗയിൽ മുങ്ങിക്കുളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിമാനം അഴകാർ മലയിലെത്തി. അപ്പൊ ഈ അഴകാർ മലയിൽ ഒരുപാട് സിദ്ധന്മാരുണ്ട്, ഭയങ്കര അത്ഭുത ശക്തിയുള്ള മുനിമാരുണ്ട്. അപ്പൊ ഈ വിമാനത്തിന്റെ നിഴല് അഴകാർ മലയിൽ പതിഞ്ഞു. അപ്പൊ ഈ സിദ്ധന്മാര് ആ നിഴലിൽ പിടിച്ചുകൊണ്ട് വിമാനത്തെ താഴെ ഇറക്കി. താഴെ ഇറക്കിയപ്പോൾ മുനിമാരും സിദ്ധന്മാരുമാണ്. അപ്പൊ രാജാവ് അവരെ വണങ്ങി. ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായി. ആ അശരീരി എന്ന് പറയുന്നത് ഇതാണ്: രാജാവേ, നീ കാശിയിലെ ഗംഗ വരെ പോകേണ്ട ആവശ്യമില്ല. ഈ മലയിലെ ഒരു നദിയുണ്ട്, അതിൻ്റെ പേര് ചിലമ്പാർ എന്നാണ്. ഇത് ഗംഗയേക്കാൾ മഹത്തരമാണ്. ഇവിടെ എൻ്റെ ഒരു വിഗ്രഹവും ഉണ്ട്. അത് കണ്ടെടുത്ത് ഇവിടെ നീ മുങ്ങിക്കുളിച്ചാൽ ഗംഗയിൽ കുളിക്കുന്നതിന് തുല്യമാണ്. ഈ ചിലമ്പാറിനെ കുറിച്ച് ഒരു കഥയുണ്ട്. അതായത് മഹാബലിയെ അല്ലേ, വാമന അവതാരത്തിൽ മഹാവിഷ്ണു വാമന അവതാരമെടുത്ത് മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. മഹാബലി സന്തോഷത്തോടെ അത് സമ്മതിച്ചു. അതിൽ 1ാമത്തെ ചുവട് വെച്ചു. 2ാമത്തെ ചുവടെടുത്ത് വെച്ചത് വിഷ്ണു ലോകത്തിലേക്കാണ്. ഇത് ബ്രഹ്മാവ് കണ്ടു. അപ്പൊ ബ്രഹ്മാവ് ഓടി വന്ന് മഹാവിഷ്ണുവിൻ്റെ പാദം കഴുകി. മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ ഒരു ചെലമ്പുണ്ടായിരുന്നു. മഹാവിഷ്ണു പാദം കഴുകിക്കഴിഞ്ഞ് പിൻവലിച്ചപ്പോൾ ആ ചെലമ്പിൽ നിന്ന് കുറച്ച് ജലത്തുള്ളികൾ അഴകാർ മലയിൽ വന്ന് പതിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലിൽ അണിഞ്ഞിരുന്ന ചെലമ്പിലെ ജലം കാൽ മാറ്റിയപ്പോൾ അഴകാർ മലയിൽ പതിച്ചതോടെ അതൊരു പരിശുദ്ധമായ നദിയായി മാറി. അതിൻ്റെ പേരാണ് ചിലമ്പാറ് എന്ന് പറയുന്നത്. ഇതിന് നൂപുര ഗംഗ എന്ന പേര് വിളിക്കും. ഇത് ഗംഗയേക്കാൾ പരിശുദ്ധമാണെന്നാണ് അശരീരി വന്നത്. ഗംഗയേക്കാൾ പരിശുദ്ധമാണ്. അതോടുകൂടി ഈ രാജാവ് ഈ മലയിൽ എവിടെയാണ് വിഗ്രഹം ഇരിക്കുന്നതെന്ന് തിരയുകയും അങ്ങനെ വിഗ്രഹം കണ്ടെത്തുകയും ആ മലയടിവാരത്തിൽ ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ച് ഈ വിഗ്രഹം അവിടെ സ്ഥാപിക്കുകയും അതിനുശേഷം അദ്ദേഹം എല്ലാ ദിവസവും ചിലമ്പാറിൽ മുങ്ങിക്കുളിച്ച് ഈ വിഷ്ണുവിനെ പൂജിക്കുകയും തൻ്റെ രാജ്യം മകൻ ചന്ദ്രകേതുവിനെ ഏൽപ്പിച്ചിട്ട് ഇവിടെ ഇരുന്ന് ഭജിച്ച് മോക്ഷം നേടുകയും ചെയ്തു. ഈ അഴകാർ മലയിലെ വിഷ്ണുവിൻ്റെ സഹോദരിയാണ് മധുര മീനാക്ഷി അമ്മ എന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ ഗോപുരം, അതിൻ്റെ കാവൽക്കാരനാണ് കറുപ്പസ്വാമി. കറുപ്പസ്വാമി അവിടെ വളരെ പ്രശസ്തനാണ് എന്ന സത്യം മനസ്സിലാക്കുക.
ഭഗവാനേക്കാൾ പ്രാധാന്യം വരുന്ന ഒരാളാണ് ആരെന്ന് പറയുന്ന ഒരു ദൈവമാണ് കറുപ്പസ്വാമി എന്ന് പറയുന്നത്. കറുപ്പസ്വാമിയാണ് ഗോപുരത്തിൻ്റെ കാവൽക്കാരൻ. അവിടെ വരുന്ന എല്ലാവരും കറുപ്പസ്വാമിയെ കുമ്പിട്ടിട്ടാണ് ഭഗവാനെ കാണാനായിട്ട് പോകുന്നത്. അത്രയ്ക്ക് ഭഗവാന് പ്രിയപ്പെട്ടവനാണ് ഈ കറുപ്പസ്വാമി എന്ന് പറയുന്നത്. ഈ കറുപ്പസ്വാമി പണ്ട് കറുപ്പസ്വാമിയുടെ ഇത് അറിയണമെങ്കിൽ പണ്ട് കാലത്ത് ഒരു രീതി ഉണ്ടായിരുന്നു. ഈ സത്യം തെളിയിക്കാൻ വേണ്ടി കറുപ്പസ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സത്യം ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. പണ്ട് കാലത്ത് മധുര, രാമനാട്, തിരുനെൽവേലിയിലെ കോടതികൾ പോലും അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. കറുപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് കള്ളസത്യം ചെയ്താൽ ആ നിമിഷം ആ ആള് മരിച്ചു വീഴും. അങ്ങനെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കറുപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് ഒരു കാരണവശാലും കള്ളസത്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സത്യം തെളിയിക്കുന്നതിന് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവരാറുണ്ട്. അതേ കണക്ക് ഈ പ്രധാന ക്ഷേത്രത്തിൻ്റെ താക്കോല് എന്നും നട അടച്ചാൽ കറുപ്പസ്വാമിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കും. അത് ആ താക്കോല് തൊടാൻ അവിടുത്തെ പ്രധാന പൂജാരിക്കല്ലാതെ വേറെ ആർക്കും ധൈര്യം വരില്ല. കള്ളന്മാരൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ആ താക്കോൽ എടുത്തുകൊണ്ട് പോകാം. കറുപ്പസ്വാമി എന്ന് പറയുന്ന ഒരു പ്രതിമയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എടുത്തുകൊണ്ട് പോയി തുറന്ന് അതിൽ നിന്ന് ആഭരണങ്ങളോ ഒക്കെ എടുക്കാം. പക്ഷേ ഈ താക്കോലിൽ തൊടാൻ പ്രധാനപ്പെട്ട പൂജാരിക്കല്ലാതെ മറ്റാർക്കും അതിനുള്ള ധൈര്യമില്ല. അങ്ങനെ തൊടുന്നവൻ ആ ക്ഷണം വീണ് മരിക്കും. ദുരുദ്ദേശത്തോടെ ആര് തൊട്ടാലും ആ ക്ഷണം വീണ് അവൻ മരിക്കും. അതേ കണക്ക് തന്നെ ചിലമ്പാറിലെ ജലമാണ് അഭിഷേകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ചിലമ്പാറിലെ ജലം കൊണ്ടുവന്ന് ആദ്യം കറുപ്പസ്വാമിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കും. കറുപ്പസ്വാമി അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തി കറുപ്പസ്വാമിയുടെ അനുമതി വാങ്ങിച്ചിട്ടേ, അതിന് ചില മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ കറുപ്പസ്വാമിയുടെ അനുമതി വാങ്ങിച്ചിട്ടേ ഈ ജലം ഭഗവാന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അതുപോലെ മധുര ക്ഷേത്രത്തിലെ മീനാക്ഷി കല്യാണത്തിൽ പങ്കെടുക്കാൻ മഹാവിഷ്ണു ഭഗവാൻ എഴുന്നള്ളും. ആ സമയത്ത് അത് എല്ലാ വർഷവും അങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടക്കാറുണ്ട്. ആ സമയത്ത് ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ കറുപ്പസ്വാമിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കണക്ക് ബോധിപ്പിക്കും. ഇത്ര പവന്റെ മാല കഴുത്തിൽ, ഇത്ര പവന്റെ കമ്മല് കാതിലുണ്ടെന്ന് കണക്ക് ബോധിപ്പിക്കും. എന്നിട്ട് അവിടെ ചെന്ന് കല്യാണത്തിൽ പങ്കെടുത്ത് വിഗ്രഹം എഴുന്നള്ളിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ കറുപ്പസ്വാമിയുടെ മുന്നിൽ വന്നിത് ബോധ്യപ്പെടുത്തണം. ദാണ്ട് അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ ഇത്ര അതെല്ലാം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. അത്രയ്ക്ക് പ്രാധാന്യമാണ് കറുപ്പസ്വാമി. അപ്പം നിങ്ങൾ അഴകാർ കോവിലിൽ പോകുമ്പോൾ കറുപ്പസ്വാമിയെ ആദ്യം നമിക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. ഇവിടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തി എന്ന് പറയുന്നത് വിഷ്ണുവാണ്, മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിൻ്റെ നിൽക്കുന്ന വിഗ്രഹമാണ്. അത് പരമസ്വാമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ നിൽക്കുന്ന വിഗ്രഹമുള്ള അദ്ദേഹം പരമസ്വാമി എന്നറിയപ്പെടും. ഇതാണ് മൂലവിഗ്രഹം. ഈ മൂലവിഗ്രഹത്തിൻ്റെ പ്രത്യേകത കയ്യിലുള്ള ആഭരണങ്ങളിൽ ഒരെണ്ണം ചക്രമാണ്. ആ ചക്രം ഇങ്ങനെ ആർക്കോ എതിരെ ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന മഹാവിഷ്ണു ശത്രു സംഹാര മൂർത്തിയാണ്. മനസ്സിലായില്ലേ? ശത്രുക്കളെ സംഹരിക്കുന്ന മൂർത്തിയാണ്. അപ്പൊ ശത്രുനാശത്തിന് വളരെ നല്ലതാണ് അഴകാർ കോവിലിലെ മഹാവിഷ്ണു എന്ന് പറയുന്നത്. ഉത്സവമൂർത്തിയുണ്ട്. ഉത്സവമൂർത്തിയുടെ പേരാണ് അഴകാറ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, തമിഴ്നാട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആ ഏത് ക്ഷേത്രം നോക്കിയാലും ആദ്യം ഒരു വലിയ വിഗ്രഹം കാണും, പിന്നെ അതിൻ്റെ താഴെ മറ്റൊരു വിഗ്രഹവും കാണും. ആ വലിയ വിഗ്രഹത്തെയാണ് മൂലവിഗ്രഹം എന്ന് പറയുന്നത്. അതിൻ്റെ അടിയിലിരിക്കുന്ന വിഗ്രഹം ഉണ്ടല്ലോ, അതാണ് ഉത്സവമൂർത്തി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ഏത് ക്ഷേത്രവും ഉത്സവമൂർത്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മൂർത്തിയാണ് എടുത്ത് എല്ലായിടവും കൊണ്ട് നടന്ന് എഴുന്നള്ളിക്കുന്നത്. ആ ഉത്സവമൂർത്തിയുടെ പേരാണ് അഴകാർ.
അതുകൊണ്ടാണ് ഇതിന് അഴകാർ കോവിൽ എന്ന പേര് കിട്ടിയത്. തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇങ്ങനെ ഉത്സവമൂർത്തിയുടെ പേരിലാണ്. പലപ്പോഴും ആളുകൾക്ക് അബദ്ധം പറ്റാറുണ്ട്. ചെല്ലുമ്പോൾ ഒരു വലിയ വിഗ്രഹം കാണും, അത് മാത്രം തൊഴും, അതിൻ്റെ കൂടെ ഉണ്ട് മിക്കയിടത്തും. അപ്പോൾ അപ്പോൾ ഉത്സവമൂർത്തിയാണ് അഴകാർ എന്ന് പറയുന്നത്. അഴകാറിന് 1.25 അടി ഉയരം എന്ന് മാത്രവുമല്ല, ഒരു പ്രത്യേക സ്വർണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉത്സവമൂർത്തിയായ അഴകാറിനെ നിർമ്മിച്ചിരിക്കുന്നത് അപരാഞ്ചി എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്വർണത്തിലാണത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ചിലമ്പാലിലെ ജലം കൊണ്ട് മാത്രമേ അത് അഭിഷേകം ചെയ്യൂ. അതുപോലെ തന്നെ ഈ ഉത്സവമൂർത്തിയെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുമ്പോഴും ഈ ചിലമ്പാലിലെ ജലം കയ്യിൽ കൊണ്ടുപോകും. കാരണം അതുകൊണ്ട് മാത്രമേ മൂർത്തിയെ അഭിഷേകം ചെയ്യാവൂ. വേറെ ഏതെങ്കിലും ജലം ഉപയോഗിച്ചാൽ ആ വിഗ്രഹം അപ്പോൾ തന്നെ കറുത്തു പോകും. അതാണ് അതിൻ്റെ പ്രശ്നം. അവിടെ പ്രധാനപ്പെട്ട ദേവത എന്ന് അവിടുത്തെ ഈ വിഗ്രഹമെല്ലാം ശ്രീദേവിയും ഭൂദേവിയും സമേതനുമാണ്. അവിടെ കല്യാണ സുന്ദര വല്ലിയാണ് പ്രധാന ദേവി. അവിടുത്തെ ദേവിയുടെ പേര് കല്യാണ സുന്ദര വല്ലി. ഇത് കൂടാതെ ആണ്ടാളുണ്ട്, യോഗ നരസിംഹമുണ്ട്, വലമ്പിരി വിനായകനുണ്ട്, ഭൈരവനുണ്ട്. ഇതൊക്കെ ഉപദേവതകളാണ്. ഇനിയുമുണ്ട് ഉപദേവതകൾ പ്രധാനപ്പെട്ടത്. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾ കയറുമ്പോൾ അറിയാം, പ്രധാന ക്ഷേത്രം, ഒരുപാട് ഉപക്ഷേത്രം. ഈ ഉപക്ഷേത്രങ്ങളെല്ലാം അടച്ചിട്ട് അതിൻ്റെ താക്കോൽ നമ്മൾ വിളിച്ചു. പ്രധാന ക്ഷേത്രത്തിൻ്റെ താക്കോല് കറുപ്പസ്വാമിയുടെ അടുത്ത് വെക്കും. മറ്റേതിൻ്റെ താക്കോല് കൊണ്ടുവന്ന് ആരുടെ അടുത്ത്? ഭൈരവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു സംഭവമുണ്ട്. ഒരിക്കൽ അവിടുത്തെ മേൽശാന്തി പൂജ കഴിഞ്ഞിട്ട് ശ്രീകോവിലിനകത്ത് ശ്രീകോവിൽ പൂട്ടി തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് മകൻ അതിനകത്തായി പോയത്. പക്ഷേ ഭൈരവമൂർത്തിയുടെ അനുവാദമില്ലാതെ തുറക്കാൻ പറ്റില്ല. ഭൈരവമൂർത്തിയുടെ അടുത്ത് ചെന്നപ്പോൾ ഭൈരവമൂർത്തി പറഞ്ഞു, ഒരു കാരണവശാലും പറ്റത്തില്ല, നാളെ നട തുറക്കുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വീണ്ടും പറഞ്ഞു, അത് പറ്റത്തില്ല, എനിക്ക് എൻ്റെ മോനെ വേണമെന്ന് പറഞ്ഞപ്പോൾ കോപം വന്ന ഭൈരവമൂർത്തി ക്ഷേത്രത്തിനകത്ത് കയറി ഈ മകനെ എടുത്ത് ദൂരോട്ട് എറിഞ്ഞു. അത് കണ്ട് കോപം വന്ന അവിടുത്തെ പ്രധാനപ്പെട്ട പൂജാരി എന്ത് ചെയ്തു? ഭൈരവന്റെ ശക്തി പകുതി എടുത്തിട്ട് അതിൻ്റെ അടുത്ത കല്ലിലേക്ക് എടുത്ത് എറിഞ്ഞു. അതുകൊണ്ട് ആ ഭൈരവന്റെ അടുത്ത് നിൽക്കുന്ന കല്ലിനും പ്രത്യേക ശക്തി കൊണ്ട് നിങ്ങൾ അവിടെ പോയാൽ അതിനെ നിങ്ങൾ തൊഴേണ്ടത് ആണ്. മേടമാസത്തിലെ ചിത്ര പൗർണമിയാണ് അവിടുത്തെ ഉത്സവം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. പക്ഷെ മറ്റു ക്ഷേത്രങ്ങളിലില്ലാത്ത പ്രത്യേകത, ആദ്യത്തെ 4 ദിവസം ഈ ക്ഷേത്രത്തിലാണ് ഉത്സവം. അടുത്ത 4 ദിവസം വേറെ ക്ഷേത്രങ്ങളിലാണ്. 4ാമത്തെ ദിവസമാകുമ്പോൾ ഉത്സവമൂർത്തിയായ അഴകാർ സ്വാമിയെ മധുര മീനാക്ഷി അമ്മയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എഴുന്നള്ളിച്ചു കൊണ്ടുപോകും. അങ്ങനെ ആദ്യത്തെ ദിവസം തല്ലക്കുളം പെരുമാൾ കോവിലിൽ കൊണ്ടുപോകും, അവിടേക്ക് എഴുന്നള്ളും. അത് കഴിഞ്ഞ് 2ാം ദിവസം ശ്രീവല്ലിപുത്തൂരിലെ ആണ്ടാൾ ദേവിയുടെ അടുത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആണ്ടാൾ ദേവി അവിടുത്തെ കോവിലിലെ തുളസിമാല കൊടുക്കും. ആ തുളസിമാല കിട്ടിയാലേ യാത്ര തുടരാൻ പറ്റൂ. എന്നിട്ട് അവിടെ നിന്ന് വാഗൈ നദീതീരത്തെത്തും. ആ വാഗൈ നദീതീരത്തെത്തുമ്പോൾ മധുരയിലെ വീരരാഘവ പെരുമാള് ഈ അഴകാർ സ്വാമിയെ സ്വീകരിക്കാൻ എത്തും. അതിൻ്റെ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളും എത്തും. അവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയ ആഹ്ലാദമാണ്. അന്നത്തെ ദിവസം നമുക്ക് അവിടെ നിന്ന് ചെന്ന് അടുക്കാൻ പറ്റത്തില്ല. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇങ്ങനെ വരികയാണ് ഈ വാഗൈ നദിയുടെ തീരത്ത്. അവിടുന്ന് വലിയ ഘോഷയാത്രയായി വണ്ടിയൂരിലേക്ക് പോകും. അവിടെ നിന്നാണ് മധുരയിലേക്ക് പോകുന്നത്. മധുരയിൽ നമുക്കറിയാം ഒരുപാട് മണ്ഡപങ്ങളുണ്ട്. അതിൽ തന്നെ രായർ മണ്ഡപത്തിലും മൈസൂർ മണ്ഡപത്തിലുമാണ് ഈ എഴുന്നള്ളിക്കുന്ന വിഗ്രഹം കൊണ്ടുവയ്ക്കുന്നത്. അത് മൈസൂർ മണ്ഡപത്തിലും മോഹിനി വേഷം ധരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ അറിയാവുന്നവർ ഉത്സവത്തിന് പോകുന്നെങ്കിൽ മൈസൂർ മണ്ഡപത്തിൻ്റെ അടുത്ത് പോയി സ്ഥാനം പിടിക്കണം. 9ാം ദിവസമാണ് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതെന്ന് മനസ്സിലാക്കുക. 9ാം ദിവസം അവിടുന്ന് എഴുന്നള്ളി അഴകാർ കോവിലിൽ എത്തും. അങ്ങനെ ഉത്സവത്തിൻ്റെ പകുതി അഴകാർ കോവിലിൽ
പകുതി മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള വിവിധ കോവിലുകളിൽ അങ്ങനെ ഒരു ക്ഷേത്രം ഇന്ത്യയിൽ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. വൈഷ്ണവരുടെ പുണ്യക്ഷേത്രങ്ങളിൽ മനസ്സിലായില്ലേ, അവയെ അതായത് വൈഷ്ണവ തിരുപ്പതി, ആ വൈഷ്ണവ തിരുപ്പതികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആരെന്ന് പറയുന്നത് അഴകാർ കോവിൽ. വൈഷ്ണവ തിരുപ്പതിയിൽ ഇതിനെ തിരുമലരും ശോലൈ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ശക്തി രാമാനുജൻ്റെ ശിഷ്യനും വലിയ വൈഷ്ണവ സിദ്ധനുമായിരുന്ന കോരത്താഴ്വാര് അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ച് കണ്ണു കുത്തി പൊട്ടിച്ചു. അദ്ദേഹം അന്ധനാവുകയും അഴകാർ കോവിലിലെ മഹാവിഷ്ണു മൂർത്തിയുടെ അടുക്കൽ വരികയും മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടുകയും അങ്ങനെ പാടിയപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ഇദ്ദേഹത്തിന് കാഴ്ച തിരിച്ച് കൊടുക്കുകയും ചെയ്തു. ഈ അഴകാർ മലയിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മുരുകൻ്റെ ആറുപടൈ വീട്ടിലെ ഒന്നായ പഴമുതിർ ചോലയുള്ളത്. അഴകാർ കോവിലിലെ ആദി ദേവതയാണ് രാക്കോയിൽ അമ്മൻ എന്ന് പറയുന്നത്. ഈ അമ്മയാണ് മലയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുന്നത്. ഓർമ്മിക്കുക, കൃഷ്ണഭക്തരാണോ നിങ്ങൾ, വിഷ്ണു ഭക്തരാണോ നിങ്ങൾ, ഇതുവരെ അഴകാർ കോവിലിൽ പോയിട്ടില്ലേ, പിന്നെ എന്ത് കൃഷ്ണ ഭക്തരാണ് നിങ്ങളെന്ന് പറയുന്നത്? അപ്പം ചിലർ പറയും, സാറേ ഞങ്ങൾക്ക് സാമ്പത്തികം വേണ്ടേ പോകാൻ, പൈസ വേണ്ടേ? ഓർമ്മിക്കുക, കൃഷ്ണൻ നിങ്ങളെ യഥാർത്ഥ ഭക്തരായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര പിച്ച എടുത്ത് ജീവിക്കുന്നവരാണെങ്കിലും അവിടെ എത്താനുള്ള സാമ്പത്തികവും വഴിയും നിങ്ങൾക്ക് ഒരുക്കി തരും. നിങ്ങൾ കോടീശ്വരനാണെന്നിരിക്കട്ടെ, ഇട്ടുമൂടാനുള്ള പണമുണ്ട്, പക്ഷേ കൃഷ്ണൻ നിങ്ങളെ യഥാർത്ഥ ഭക്തരായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാധാഭക്തനാകുന്നതിന് മുമ്പ് എത്ര തവണ അഴകാർ കോവിലിൽ പോയെന്ന് എണ്ണാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് പോയിട്ടുള്ളത് കൊണ്ടാണ് എന്നെ രാധാഭക്തൻ പട്ടിയിലേക്ക് വിട്ടതെന്ന കാര്യം ആലോചിക്കുക. കൃഷ്ണന് സംതൃപ്തി തോന്നുന്നവരെ മാത്രമേ രാധാറാണിയുടെ അടുക്കലേക്ക് വിടൂ. കൃഷ്ണന് നിങ്ങൾ പൂർണ്ണ ഭക്തരല്ലെന്ന് തോന്നിയാൽ കൃഷ്ണഭക്തിയിൽ മാത്രം ഒതുക്കി നിർത്തുമെന്ന സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് അഴകാർ കോവിലിലേക്ക് പോവുക. അത് പോകാതെ നിങ്ങൾ യഥാർത്ഥ വൈഷ്ണവരാകില്ല, യഥാർത്ഥ കൃഷ്ണഭക്തരാകില്ല. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.